ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ പരിപൂർണമായി സ്വീകരിക്കണമേ അല്ലാഹ്. അല്ലാഹുവോട് ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളും മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഒരു നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഹറമൈനിലേക്ക് ഉംറ നിർവഹിക്കാൻ സിയാറത്തുകൾക്ക് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പുള്ള മജ്‌ലിസാണല്ലോ തമ്പുരാനെ. ഏറ്റവും ഉയർന്ന രീതിയിൽ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അപരിശുദ്ധമായ ഹറം കാണാൻ, പരിശുദ്ധമായ റൗളയിലെത്താൻ, എല്ലാ നന്മകളും പരിപൂർണമായി ചെയ്യാൻ, ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് ഖൈറുകൾക്ക് ഈ ഇജ്തിമാഅ് നീ കാരണമാക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കുക തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاذكروني أذكركم واشكروا لي ولا تكفرون. يا أيها الذين آمنوا استعينوا بالصبر والصلاة ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ പാവവും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ യാത്രയുടെ ആദ്യ സംഗമമാണ്. അല്ലാഹു ഖബൂലിയത്തിന്റെ സംഗമമായ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ യാത്രയ്ക്ക് തയ്യാറായവർ സഫീന കല്ലമ്പലം എത്തിയിട്ടുണ്ട് അല്ലേ? മുബീന തൊടുക്കുഴി, ലാമുന്നിസ തൊടുക്കുഴി എത്തിയിട്ടുണ്ടല്ലേ? ഒരുവിധം എല്ലാവരും എത്തിയിട്ടില്ലേ? എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലാവരും എത്തും.
നമ്മുടെ ഉംറയുടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത് തർത്തീബാക്കിയിരിക്കുന്നത് ആദ്യം ഇൻഷാ അല്ലാഹ് നമ്മുടെ മുസാഫിർ മൗലവി ഞാനുമായി കഴിഞ്ഞ വർഷം പത്തനാപുരമാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷം നമ്മുടെ ഉംറയുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും വേറൊരു ഉസ്താദും ഉണ്ടായിരുന്നു. നമ്മൾ 3 പേര് കൂടി അൽഹംദുലില്ലാഹ് നല്ലൊരു സംഘമായി. പക്ഷെ അതിനുശേഷം മുസാഫിർ ഉസ്താദിന് ഒരു വല്ലാത്ത ആഗ്രഹം വീണ്ടും നമ്മുടെ കൂടെ ഒത്തൊന്ന് സഞ്ചരിക്കണമെന്ന്. പക്ഷേ വീണ്ടും പോകുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടി പോകാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം ആഗ്രഹിച്ചു. എങ്കിലും വരാൻ പറ്റില്ലെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമുക്ക് അള്ളാഹുവിന്റെ ഇതാണ് മാനസികമായ ഒരു പൊരുത്തമാണ് അതിന്റെ മറ്റൊരു ഭാഗം. ഞാനും ആഗ്രഹിച്ചു അദ്ദേഹം വന്നാൽ കൊള്ളാം. കാരണം ഉസ്താദന്മാർ കൂടുതലുണ്ടെങ്കിൽ ക്ലാസ് കാര്യങ്ങളും വളരെ നല്ല കാര്യങ്ങളായി കാര്യം നല്ലതുപോലെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് പങ്കെടുക്കാനും പറ്റുമല്ലോ. എന്തായാലും അൽഹംദുലില്ലാഹ് അൽഹുദ ഇവരും ഒരു 10-25 പേരടങ്ങുന്ന ഒരു സംഘം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുമ്പോ ആ കൂട്ടത്തിൽ കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2-ാം തീയതി തന്നെ അവരും ഇൻഷാ അല്ലാഹ് തിരിക്കുന്ന രീതിയിൽ ടിക്കറ്റ് എടുക്കാനുള്ള തീരുമാനത്തിലാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവിടെ വന്നാൽ ബിൽഡിങ്ങിലും നമ്മൾ ഒത്തായിരിക്കും ഇൻഷാ അല്ലാഹ്. ആ രീതിയിലാണ് അൽഹുദ അത് സജ്ജമാക്കിയിരിക്കുന്ന. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മുസാഫിർ മൗലവി 10 മിനിറ്റ് നിങ്ങളോട് കാര്യം ഇൻഷാ അല്ലാഹ് ഇച്ചിരി സംസാരിക്കും. അത് കഴിഞ്ഞാൽ നിസാർ മൗലവി വരും, കുമ്മിൾ ഇമാം. അദ്ദേഹം ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസിനെ കുറിച്ച് ഒക്കെ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയും. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നൗഷാദ് മൗലവി എത്തുന്നുണ്ട്. അദ്ദേഹം ദുബൈയിലായിരുന്നു. ഇന്ന് രാവിലെ 4 മണിക്കാണ് എത്തിയത്. ഇൻഷാ അല്ലാഹ് 11 മണിയൊക്കെ കഴിയുമ്പോൾ ഇവിടെ എത്തും ഇൻഷാ അല്ലാഹ്. പിന്നെ എന്റെ വാപ്പയുടെ ഉമ്മയുടെയും ആണ്ട് കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ നമ്മൾ ഇതെല്ലാം സജ്ജമാക്കുകയും ചെയ്തത്. അപ്പൊ അവർക്ക് വേണ്ടിയും ഇൻഷാ അല്ലാഹ് ഒരു യാസീൻ ഓതി ദുആ ചെയ്യും. പിന്നെ നമ്മളിൽ മരണപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് റാബിയുസ്ലാരുടെ വാപ്പയുടെ ആണ്ടും ഇന്നാണ്. അപ്പൊ അങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയും ഇരുന്ന് ദുആ ചെയ്ത്, ഏറ്റവും പ്രധാനമായ ഭാഗം ദുആയാണ്. പ്രവർത്തനവും ദുആയുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഖ്യമായ ഭാഗം. ഇൻഷാ അല്ലാഹ് അതിന്റെ ആരംഭം കുറിച്ചുകൊണ്ടാണ് നാം ഈ സദസ് തുടങ്ങിയത്. മുസാഫിർ മൗലവികളോട് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് പറയും. അത് കഴിഞ്ഞാൽ നിസാർ ഉസ്താദിന്റെ ക്ലാസ് തുടങ്ങും. അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. ഒരു കബൂലിയത്തിന്റെ അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരമുള്ള ഒരു യാത്രയായി നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയും മക്കബൂലും മബറൂറുമായി ഉംറ ചെയ്യാനും മർദിയായ സിയാറത്ത് ചെയ്യാനും അള്ളാഹു നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. عليكم ورحمة الله تعالى وبركاته. الحمد لله كفى والسلام على عباده الذين اصطفى. ما بعد فقد قال الله تعالى عز وجل في كلامه العزيز: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر
فإن الله غني عن العالمين. وقال النبي صلى الله عليه وسلم: العمرة إلى العمرة كفارة لما بينهما، أو كما قال رسولنا وشفيعنا محمد رسول الله صلى الله عليه وآله وسلم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊപ്പം നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട, പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി പടച്ചതമ്പുരാൻ തെരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഇത് അല്ലാഹുവിന്റെ വലിയ തൗഫീഖാണ്. അല്ലാഹു പ്രത്യേകമായി അനുഗ്രഹിച്ച, അവൻ ഇഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളെ നന്മകൾ ചെയ്യുവാൻ വേണ്ടി പടച്ചതമ്പുരാൻ തെരഞ്ഞെടുക്കുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞത്. മറ്റൊരു അർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നബി തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, 4 ഭൂമികൾ, 4 സ്ഥലങ്ങൾ അത് സ്വർഗത്തിന്റെ സ്ഥാനങ്ങളാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ മക്ക. ആ ഭൂമി, ആ സ്ഥലം, ആ മക്കാൻ അല്ലാഹു സ്വർഗത്തിലേക്ക് ചേർത്ത് വെക്കുമെന്നാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 2 പരിശുദ്ധമായ റൗള, മദീന. മദീന പരിശുദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ദിറങ്ങുന്ന ആ മക്കാൻ, ആ സ്ഥലം അല്ലാഹു സ്വർഗത്തിലേക്ക് ചേർത്ത് വെക്കുമെന്നാണ്. 3 പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. അല്ലാഹു നമ്മളേക്ക് എത്തിക്കുമാറാകട്ടെ. അല്ലാഹു ഫലസ്തീന് വിമോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്ഥലവും സ്വർഗത്തിലേക്ക് അല്ലാഹു ചേർത്ത് വെക്കുമെന്നാണ്. 4ാമത്തെ സ്ഥലം ഡമസ്കസ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാളിൽ ഇറങ്ങി വരുന്ന ആ സ്ഥലം, ആ ഭാഗം, ആ പള്ളിയുടെ ഭാഗങ്ങൾ സ്വർഗത്തിലേക്ക് പടച്ചതമ്പുരാൻ ചേർത്ത് വെക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വർഗത്തിന്റെ ഒരു സ്ഥാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മള് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. അല്ലാഹു യഥാർത്ഥ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് ഈ യാത്രകൾ സബബാക്കി തീർക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പടച്ചതമ്പുരാൻ അവന്റെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിച്ചു കൊടുക്കുന്നതാണ്. വലക്കും ഫീഹാ മാ തശ്തഹീഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ. സ്വർഗത്തിൽ കിടക്കുന്ന വ്യക്തികളുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു അവൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ പൂർത്തീകരിച്ചു കൊടുക്കുമെന്നാണ്. പരിശുദ്ധമായ മക്കയിലേക്കും പരിശുദ്ധമായ മദീനയിലേക്കും നമ്മൾ പോവാണ്. ആ സ്ഥലങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ സന്ദർശിക്കും. ആ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ, ദുആയ്ക്ക് സ്വീകാര്യതയുള്ള സ്ഥലമാണ്. ദുആ സ്വീകരിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് വളരെ മനോഹരമായ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നമ്മൾ അവിടെ എത്താൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. കാരണം അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ നമുക്ക് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്. നബി തങ്ങളുടെ ഒരു ഹദീസ്, 2 കാലം നിങ്ങൾ സ്വർഗത്തിൽ കുത്താതെ നിങ്ങൾ സന്തോഷിക്കേണ്ട എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമിലെത്താൻ ഇത് വലിയൊരു തൗഫീഖാണ്. അല്ലാഹു തെരഞ്ഞെടുത്തവരാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ്. അവൻ ഇഷ്ടപ്പെട്ടവരെ അവൻ തെരഞ്ഞെടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരെയും അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഒരു അംഗീകാരമാണെന്ന് മനസ്സിലാക്കി, അതിന്റെ മഹത്വവും മൂല്യവും മഹാത്മ്യവും മനസ്സിലാക്കി നന്മയുമായി ബന്ധപ്പെടുക എന്ന് മാത്രമാണ് തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്.
ഉംറയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഉസ്താദന്മാര് പറഞ്ഞു തരും, മനസ്സിലാക്കി തരും. ആ വിഷയം ചർച്ച ചെയ്താൽ പിന്നെ ഉസ്താദന്മാർക്കൊന്നും പറയാൻ കാണൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ മാത്രം ഉണർത്താണ്. ഉംറയുടെ വേളയിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം, പലപ്പോഴും ആദ്യത്തെ യാത്രയിൽ എനിക്ക് എല്ലാം കൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായി, എല്ലാം കൊണ്ട് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഒരു ചെറിയ വിഷയത്തിൽ മാത്രം മനസ്സിലൊരു വിഷമം തോന്നിയത് ഒരു ഇജ്തിമാഇന്റെ വിഷയം, ഐക്യത്തിന്റെ വിഷയമാണ്. നമ്മൾ പരസ്പരം ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഐക്യമാണ്. ഐക്യം, ഒത്തൊരുമയിൽ പോവുക, പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് പോവുക. ഇത് ഒരു യാത്രയ്ക്ക്, ഒരു സംഘത്തിന്റെ ഏറ്റവും വലിയ വിജയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞത്. നബിതങ്ങൾ എന്താ പറഞ്ഞത്? നബിതങ്ങൾ പറഞ്ഞു, ചുരകന്റെ കയ്യിലിരിക്കുന്ന കത്തി മുടി വടിച്ചു കളയുന്നത് പോലെ ഭിന്നത നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅതസിമൂ ബിഹബിലില്ലാഹി ജമീആ വലാ തഫറഖൂ വദ്കുറൂ നിഅമതല്ലാഹ്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒത്തൊരുമയിൽ മുന്നോട്ട് പോകണം, ഐക്യം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ ഉംറ, ഹജ്ജ് ഇതുപോലുള്ള യാത്രകൾ അല്ലെങ്കിൽ ഏത് മേഖലകളാകട്ടെ, നമുക്ക് വിജയിക്കണമെങ്കിൽ, ഒരു നന്മ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ കാര്യം നമ്മൾ ഒത്തൊരുമയാണ്. ഒരു കഥ പറഞ്ഞു തരാം. ഒരു സർക്കസുകാരൻ, അദ്ദേഹം തന്റെ നാട്ടിൽ നിന്നുകൊണ്ട് വലിയ സർക്കസുകൾ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ ചെറിയൊരു നൂല് കയറിങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ആ കയറിലൂടെ വലിയ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കാണ്. വലിയ അത്ഭുതങ്ങൾ, സർക്കസുകാര് കാണിക്കുന്ന അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ അത്ഭുതത്തിന് കൈയടിക്കുകയാണ്. വലിയ അത്ഭുതമാണ് അദ്ദേഹം കാണിക്കുന്നത്. ആ ചെറിയ കയറിലൂടെ അദ്ദേഹം വലിയ പ്രകടനങ്ങളും വലിയ അത്ഭുതങ്ങളും വലിയ കാര്യങ്ങളും കാണിച്ച് ജനങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അദ്ദേഹം ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിന്ന് 2 പേർ എന്റെ അടുക്കിലേക്ക് വരിക. ഈ ചെറിയ ആ കയറിലൂടെ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ജനങ്ങൾ ചോദിച്ചു, ഒരാൾക്ക് നടക്കാനേ വലിയ ബുദ്ധിമുട്ടാണ്, എങ്ങനെയാണ് 3 പേർക്ക് നടക്കാൻ പറ്റുക? അദ്ദേഹം പറഞ്ഞു, ധൈര്യമുള്ള 2 പേര് വരിക. 2 ആളുകൾ കടന്നു വന്നു. അദ്ദേഹം അവരുടെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരാൾ പോലും നടന്നു പോകാത്ത ആ കയറിലൂടെ അവർ 3 പേരും വലിയ പ്രയാസങ്ങളില്ലാതെ കടന്നു പോവുകയുണ്ടായി. ജനങ്ങൾ മുഴുവനും ആ അഭ്യാസ പ്രകടനത്തിന് മുമ്പിൽ അറിയാതെ തന്നെ കരങ്ങൾ അടിച്ചു. അവർക്ക് എല്ലാവിധ പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി. സർക്കസൊക്കെ കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞുപോയി. അപ്പൊ ആ 2 ചെറുപ്പക്കാരെ അവിടെ കൂടിയിരുന്ന ചില ആളുകൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളോട് അദ്ദേഹം ആ കയറിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? അപ്പൊ അവര് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്. വേറൊന്നും പറഞ്ഞില്ല, ഇത്ര മാത്രം പറഞ്ഞു, നമ്മുടെ മനസ്സുകൾ 3 എന്നാൽ ഈ കയറിലേക്ക് കയറുമ്പോൾ നമ്മുടെ മനസ്സുകൾ 1. നമ്മുടെ ശരീരത്തിന്റെ ചിന്തകളും വ്യത്യസ്തമാണ്, എന്നാൽ ഈ കയറിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചിന്തകൾ ഒത്തൊരുമയിലാണ്, ഒരുമിച്ചാണ്. നമ്മുടെ കരങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ രീതികൾ വ്യത്യസ്തമാണ്, ശൈലികൾ വ്യത്യസ്തമാണ്, എന്നാൽ മനസ്സ് 1. ആ മനസ്സൊന്നായി ഒത്തൊരുമയിൽ മുന്നോട്ട് പോയപ്പം ഏത് പ്രതിസന്ധികളെയും ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ മറികടക്കാൻ സാധിച്ചു. ഇത് വലിയൊരു പാഠമുള്ള ഒരു സംഭവമാണ്, ഒരു ഗുണപാഠ കഥയാണ്. ഉംറയുടെ വേളയിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒത്തൊരുമയും ഒരുമിച്ച് നിൽക്കുകയും പരസ്പരമുള്ള സഹായിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾക്ക് അത് കാരണമാകും. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉംറയ്ക്ക് വേണ്ടി തയ്യാറായ ഉമ്മമാരോട്, സഹോദരികളോട്, മുതഅല്ലിമീങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒത്തൊരുമയാണ്. ബാക്കി എല്ലാ കാര്യവും ഉസ്താദുമാര് പറഞ്ഞു തരും. പരിശുദ്ധമായ നമ്മൾ ആദ്യം ഇഹ്റാം കെട്ടി ഇവിടുന്ന് പോകും, പരിശുദ്ധമായ ഹറമിലെത്തും, അവിടെ കുറച്ചു നാൾ താമസിക്കും, നന്മകൾ ചെയ്യും, പരിശുദ്ധമായ മദീനയിലേക്കും. അത് നല്ല രീതിയിൽ ഉസ്താദുമാർ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഏറ്റവും ചിലപ്പം വിട്ടുപോയാൽ ഉസ്താദുമാർ പറയാതിരിക്കുന്നത് ചിലപ്പോൾ ഈ വിഷയമായിരിക്കും, അതുകൊണ്ട് പറയാം. പ്രധാനമായി നമുക്ക് അവിടെ ചെന്നിട്ട് ഉംറയുടെ 5 ഫർളുകളുണ്ട്, അതൊക്കെ ഉസ്താദ് പറഞ്ഞു തരും. 1 ഇഹ്റാം കെട്ടലാണ്, കഅബയ്ക്ക് തവാഫ് ചെയ്യലാണ്, സഫാ മറവക്കിടയിൽ സഈ ചെയ്യലാണ്, മുടി കളയലാണ്, അവസാനമായി ക്രമത്തിൽ ചെയ്യലാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ പരിശുദ്ധമായ ഹറം മുഴുവനും വലിയ അത്ഭുതമാണ്. ആ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു അത്ഭുതമാണ്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഹൃദയത്തെ സ്വാധീനിക്കും. അതിൽ പ്രധാനമായി സ്വാധീനിച്ച ഒരു കാര്യമാണ് പരിശുദ്ധമായ സംസം എന്ന് പറയുന്നത്. അതൊന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അത്ഭുതങ്ങൾ നൽകിയിരിക്കുന്ന പാനിയാണ്. നമ്മൾ ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകും. പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്നും 20 മീറ്റർ മാത്രം
ദൂരെ കിടക്കുന്ന പരിശുദ്ധമായ സംസം കിണർ വലിയ അത്ഭുതമാണ്. ഇന്നും ഉറവ പറ്റാതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കൊണ്ടുപോകുന്ന പരിശുദ്ധമായ ജലം. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ നിരീക്ഷകർ സംസം വെള്ളത്തിന്റെ വിഷയത്തിൽ വലിയ ഗവേഷണം നടത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, 30 മീറ്ററുകൾ താഴ്ചയും 7 മീറ്റർ വ്യാസവുമുള്ള ഒരു ചെറിയ കിണറാണ് പരിശുദ്ധമായ സംസം കിണർ എന്നുള്ളത്. അതിന്റെ pH നമുക്കറിയാം. വാട്ടറിന്റെ pH സയൻസ് പഠിച്ചവർക്കൊക്കെ മനസ്സിലാകും. പ്രൊട്ടക്ഷൻ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പറയുന്നത് pH എന്ന് പറഞ്ഞാൽ. ആ pH എന്ന് പറയുന്നത് 7.9 ആണ്. ഈ ഇടയ്ക്ക് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഉംറയ്ക്ക് പോയപ്പം ഹറമിന്റെ അകത്ത് നിന്നൊരു പേപ്പർ കിട്ടി. മാഉ സംസം എന്ന് പറയുന്ന അറബി മജല്ലയാണ്. അത് വായിക്കാൻ ഇടയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട എന്ത് പറയുന്നതാണ്, 7.9 ആണ് വെള്ളത്തിന്റെ pH. 7.9 7-നേക്കാൾ കുറവ് വന്നാലും 8.5-നേക്കാൾ കൂടുതൽ വന്നാലും ആ വെള്ളത്തിന് അണുക്കളുണ്ട്, അത് ആസിഡാണ് എന്ന് അറിയിക്കുന്നതാണ്. എന്നാൽ പടച്ച തമ്പുരാൻ കൃത്യം മധ്യത്തിൽ കൊണ്ടെത്തിച്ച് ആ വെള്ളത്തിന്റെ പരിശുദ്ധിയെ പരിപൂർണമായ രീതിയിൽ സംരക്ഷിക്കുന്ന രീതിയിൽ 7.5 ആയ രീതിയിൽ അള്ളാഹു ആ വെള്ളത്തെ സംരക്ഷിച്ചിരിക്കുകയാണ്. സെക്കൻഡിൽ 80 ലിറ്റർ വെള്ളമാണ് പുറപ്പെടുന്നത്. സെക്കൻഡിൽ 80 ലിറ്റർ വെള്ളത്തിന്റെ ഉറവയാണ് പുറപ്പെടുന്നത്. പറയപ്പെടുന്നുണ്ട് 5 സെക്കൻഡിൽ 12 മീറ്റർ താഴ്ചയിലേക്ക് കിണർ താഴും. എന്നാൽ 1 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ മുകളിലേക്ക് വെള്ളം ഉയരും. ഇത്ര അത്ഭുതമാണ്. നമുക്കറിയാം, ഇന്ന് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഹെൽത്തുകാർ വന്ന് മറ്റേ സാധനം കിട്ടിയിട്ട് പോയി കാണും. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും ഒരു പായലോ ഒരു അണുക്കളോ ഒരു പുഴുവോ അല്ലെങ്കിൽ ഒരു കൃമിയോ ഒരു വസ്തുവില്ലാതെ, ഒരു ടേസ്റ്റ് വസ്തു വ്യത്യാസവും ഇല്ലാതെ അള്ളാഹു മഹാ അത്ഭുതമായി സംരക്ഷിച്ചിരിക്കുന്ന മനോഹരമായ പടച്ച തമ്പുരാന്റെ ഒരു ദൃഷ്ടാന്തമാണ് മാഉ സംസം എന്നുള്ളത്. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് അത് മതിയായതാണ്. ഇന്ന ഫീ ദാലിക നമുക്ക് മനസ്സിലാക്കാം, മക്ക മൊത്തം പാറയാണ്. സൗദിയില് ഹറമിന്റെ പ്രദേശം കഴിഞ്ഞ് ഫ്ലാറ്റുകളിലൊക്കെ വെള്ളം എത്തിക്കുന്നത് വലിയ വലിയ ടാങ്കുകളിൽ, വലിയ വലിയ വണ്ടികളിൽ കൊണ്ടെത്തിച്ചാണ് വെള്ളം എത്തിക്കുന്നത്. ഹറമിൽ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ അവിടെ വെള്ളമില്ല, വെള്ളം എത്തണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഹറമിന്റെ ആ ഭാഗത്ത് പാറ കഷ്ണങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവസാനിക്കാത്ത സംസം എന്ന മനോഹരമായ പാനീയത്തെ പടച്ച തമ്പുരാൻ സംരക്ഷിച്ചിരിക്കുകയാണ്. അല്ലാഹു തർത്തീബ് ചെയ്തിരിക്കുകയാണ്. സംസം എന്ന് പറഞ്ഞാൽ നിക്കി എന്നാണ്. ഹജറ ബീബി അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളം കുടിച്ച് മതിയായപ്പം സംസമിനോട് പറഞ്ഞു, സംസം നീ നിക്കി, നിക്കി എന്ന് പറഞ്ഞു. അള്ളാന്റെ തീരുമാനം ഒരിക്കലും നിൽക്കണ്ട. ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കണം. നാളെ സ്വർഗത്തിലും അത് ഉണ്ടാകുമെന്ന് നബി ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതം നിറഞ്ഞ മഹാ അത്ഭുതത്തിലേക്ക് പോകാൻ പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവുമായി അടുക്കി പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ അനുസരിക്കും. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് അവിടേക്ക് എത്താൻ സാധിക്കുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവുമായി കൂടുതൽ ബന്ധപ്പെടുകയും കൂടുതലായി നന്മകൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. മറ്റ് ഇതര കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ, ഈ യാത്രകളെയൊക്കെ പരിപൂർണമായി സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉസീക്കും ബിദ്ദുആഇ മഅ തഹിയ്യതി വസ്സലാം അഖൂക്കും ബിൽ ഇസ്ലാം അൽ ഹാഫിദ് മുസാഫിർ ഹുസ്നൻ. അസ്സലാമു അലൈക്കും. ഇൻഷാഅല്ലാഹ് 5 മിനിറ്റ് സ്ഥാപനത്തിന്റെ ഉസ്താദന്മാർ 6 പേരുണ്ട്. അതിലൊരാൾ ഇൻഷാഅല്ലാഹ് ഷാഹിദ് മദീനയിലെ 5 മിനിറ്റ്. അദ്ദേഹം കഴിഞ്ഞ വർഷം ഉംറയ്ക്ക് പോയ ആളാണ്. അപ്പോൾ 5 മിനിറ്റ് ഇൻഷാഅല്ലാഹ് 2 കാര്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ അൻവർ ഉസ്താദ് അവറുകൾ, അതുപോലെ ഈ മജ്ലിസിലിരിക്കുന്ന ആദരണീയനായ പണ്ഡിതൻ അൽ ഹാഫിസ് മുസാഫിർ മൗലവി, അതുപോലെ സ്ഥാപനത്തിന്റെ ഉസ്താദ് സബീർ മൗലവി, അതുപോലെ എന്റെ മുന്നിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, പ്രിയ വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ പരിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വലിയ ഒരു തെരഞ്ഞെടുക്കലാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രവർത്തനങ്ങളും നാം ഉദ്ദേശിക്കുന്നത് പോലെ ഒരിക്കലും നടക്കണമെന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ
തീരുമാനം അള്ളാഹുവിന്റെ ഉദ്ദേശം നമ്മൾ തീരുമാനിച്ചതിനേക്കാൾ ഖൈറായിരിക്കും. അള്ളാഹു ശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറഞ്ഞതുപോലെ വസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഷർറായേക്കാം, എന്നാൽ നിങ്ങൾ വെറുക്കുന്ന കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായേക്കാം. പരിശുദ്ധമായ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധമായ ഒരു ഭൂമിയിലേക്ക് പോകാനുള്ള അതിന്റെ യാത്രാ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ മജ്ലിസിൽ അല്ലെങ്കിൽ റഹ്മാനിയ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൽ ലിമാ ബൈനഹുമാ മിനദ് ദുനൂബ്. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള സമയം അത് നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള സമയമാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. നമുക്കറിയാം, ജീവിതത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധമായ ഉംറയ്ക്ക് പോകാൻ പറ്റുക അല്ലെങ്കിൽ ഹജ്ജിന് പോകാൻ പറ്റുക എന്നുള്ളത്. കാരണം അള്ളാഹുവിന്റെ അടിമകളിൽ ഒരുപാട് ആളുകൾ മരണം വരെ ഒരുപാട് സമ്പത്തുള്ള ആളുകൾ ഉണ്ടാകും, വലിയ വലിയ ബിസിനസ്സുകാരുണ്ടാകും. പക്ഷേ മരണസന്ദർഭം വരെ പരിശുദ്ധമായ ഹറമിൽ പോകാനോ അല്ലെങ്കിൽ മദീന റൗദയിൽ ഒന്ന് പോകാനോ കഴിയാത്ത എത്രയോ ഭാഗ്യന്മാരുണ്ടാകും. എന്നാൽ ഒന്നുമില്ലാത്തവരും പാവങ്ങളായ ആളുകൾ മീൻകച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന വെറും സാധാരണക്കാരായ ആളുകളെയൊക്കെ അള്ളാഹു തെരഞ്ഞെടുത്ത് വിശുദ്ധമായ ഉംറയ്ക്കും ഹജ്ജിനൊക്കെ അവസരം കൊടുക്കുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. നാം കൃത്യമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനയും കൃത്യമായ നമ്മുടെ ആഗ്രഹവും ഉണ്ടെങ്കിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള വലിയ സൗഭാഗ്യങ്ങൾക്ക് നമുക്ക് അവസരം നൽകുക. നാം സഞ്ചരിക്കുന്ന സാധാരണ യാത്രയല്ല വിശുദ്ധമായ ഉംറയ്ക്കുള്ള യാത്ര. നാം പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാറുണ്ട്. ആ യാത്രയിൽ നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള സംസാര പിഴവുകളൊക്കെ സംഭവിക്കാറുണ്ട്. നാം പോകുന്നത് പരിശുദ്ധമായ ഒരു സ്ഥലത്തേക്കാണെന്ന് നാം ആദ്യമായിട്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. നാം സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനല്ല പരിശുദ്ധമായ ഹറമിലേക്ക് പോകുന്നത്. നമ്മുടെ യാത്രകളില്, നമ്മുടെ റൂം സംവിധാനങ്ങളില്, നമ്മുടെ ഭക്ഷണങ്ങളില് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാം. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. നാം നാട്ടിൽ സൂക്ഷ്മമായ ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല രീതിയിൽ ഉറങ്ങിയൊക്കെ ജീവിച്ചവരാണ്. പക്ഷെ നാം കുറച്ച് ത്യാഗം ചെയ്താണ് പരിശുദ്ധമായ ഉംറയും മറ്റു കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത്. കാരണം നമ്മുടെ ത്യാഗത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ്. അതുകൊണ്ട് നാം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നാൽ ആദ്യമായിട്ട് സ്വന്തം മനസ്സിനെ ക്ഷമിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നാം ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ അമലുകളെ വെറുതെ സംസാരിച്ച് അല്ലെങ്കിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ അമലുകളെ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ബാത്തിലാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയപ്പെടുന്ന ഒരു അവസ്ഥ വരാതെ നാം ഇത്രയും പൈസ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി അത് ഈ പരിശുദ്ധമായ അമലിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ നാം കുറച്ച് ത്യാഗങ്ങളൊക്കെ നമ്മുടെ ആ അവസരങ്ങളിലും സമയങ്ങളിലേക്ക് കടന്നു വരുമ്പോ അതൊക്കെ ക്ഷമിച്ച് നാം വന്നത് സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനല്ല, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയവനായി പരിശുദ്ധമായ ഹറമ് സന്ദർശിക്കാനും ഉംറ കർമ്മങ്ങൾ നിർവഹിക്കാനും പുണ്യ മദീനയിൽ ചെല്ലാനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനാണെന്നൊക്കെയുള്ള ചിന്ത, നല്ലൊരു ബോധം നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ടുണ്ടാവണം. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ചെറിയ അസൗകര്യങ്ങളുടെ പേരിൽ നാം പരസ്പരം തർക്കിച്ച് നമ്മുടെ സമയങ്ങൾ പാഴാക്കാതെ കൂടുതൽ സമയവും അമലുകൾ ചെയ്യുന്നതിനായി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ഉറക്കങ്ങളൊക്കെ നാം ഇന്ന് നിർവഹിക്കുന്നത് പോലെ ചിലപ്പോൾ നടന്നു കൊള്ളണമെന്നില്ല. നമ്മുടെ ഉറക്കത്തിന്റെ സമയങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. കൃത്യമായിട്ട് നാം ഷെഡ്യൂൾ ചെയ്യുന്ന പോലെ അവിടെ ചെല്ലുമ്പോൾ ഉറങ്ങാൻ കഴിയണമെന്നില്ല. എങ്കിലും എല്ലാം കൃത്യമായിട്ട് ക്ഷമിച്ചും സഹിച്ചും പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും നമ്മുടെ മുഴുവൻ അമലുകളും പൂർത്തീകരിച്ച് നാളെ നമുക്ക് വലിയ പ്രതിഫലം നൽകുന്ന, അതിലൂടെ സ്വർഗപ്രവേശനം കരസ്ഥമാകുന്ന വലിയൊരു അമലായി ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഈ സൗഭാഗ്യം നിങ്ങൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയും ആഫിയത്തോടുകൂടിയും
പരിശുദ്ധ ഉംറ കർമ്മം നിർവഹിക്കാനും അതിന്റെ മുഴുവൻ അമലുകളും കൃത്യമായി നിർവഹിച്ച് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് പാപമോചനങ്ങൾ ഏറ്റുപറഞ്ഞ് ആഫിയത്തോടുകൂടി മടങ്ങി വരാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വആഖിറു ദഅവതന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പറയുന്നത് മനസ്സിലാവുന്നില്ല. കിട്ടിയ തൗഫീഖാണ്, അള്ളാഹു നമുക്ക് നൽകിയ തൗഫീഖാണ്. പറയുന്നത് മനസ്സിലാവുന്നില്ല. പലരും പല രോഗം കൊണ്ട് മരണപ്പെട്ടു പോകുമെന്ന് കരുതിയവർ ഇവിടെയുണ്ട്. അവരിപ്പോ ഉംറയ്ക്ക് വരികയാണ്. പലരും പല സമയങ്ങളിൽ പൈസ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയവരുണ്ട്, അവരും ഈ സദസ്സിലുണ്ട്. പലരും പ്രവാചകനെ സ്വപ്നം കണ്ടവരുണ്ട്, അവരും ഈ സദസ്സിലുണ്ട്. അതാണ് നമ്മുടെ ഈ യാത്രയുടെ വലിയൊരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നത്. പിന്നെ ഹുസൈൻ സാഹിബ്, അദ്ദേഹത്തെ കണ്ടില്ലേ? അൽഹംദുലില്ലാഹ്, ഇന്നലെ വരെ അദ്ദേഹം വരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടക്കില്ലെന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാഹ്, അദ്ദേഹവും നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. ഹുസൈൻ സാഹിബും നമ്മുടെ കൂടെ ഉംറയ്ക്കുണ്ട് കേട്ടാ. ഇന്നലെയാണ് അതിന്റെ തീരുമാനമാകുന്നത്. ഞാൻ വല്ലാത്തൊരു അത്ഭുതമാണ്, വെറുതെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നതല്ല. അപ്പോ നിഷ്കളങ്കമായി നമ്മളുടെ ഒരു സംഘം അൽഹംദുലില്ലാഹ് അള്ളാഹു ഒരുക്കി തരുന്നതാണ്. നാമൊക്കെ ഒരുപക്ഷെ ഞാൻ ഉംറയ്ക്ക് തീരുമാനിക്കുമ്പോ നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് യാതൊരു തീരുമാനവുമില്ല. ഇപ്പൊ പല പ്രദേശങ്ങളിലുള്ള പലരുടെയും ഉമ്മമാർ, പലരുടെയും ഇത്തമാർ, പലരുടെയും വാപ്പ എന്ന് വിളിക്കുന്ന അങ്ങനെ ഒരു സംഘമാണ് അൽഹംദുലില്ലാഹ് ഈ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഉംറയുടെ യാത്രയിൽ വളരെ ഐക്യമായ ഒരു മുന്നേറ്റമായിരുന്നു, സന്തോഷമായിരുന്നു. എല്ലാവരും വന്ന് തിരിച്ചിറങ്ങുമ്പോ എന്തൊരു ആവേശവും സന്തോഷമായിരുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകണം. അതിന് പ്രധാനമായ ദുആ പ്രധാനമായിട്ട് ഉണ്ടാകണം. അത് മാത്രമല്ല, ഉംറയുമായി തയ്യാറാകുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒന്ന് തൗബയാണ്, പശ്ചാത്താപം. നമ്മൾ എവിടെ പോകുന്നു, ആര് പറഞ്ഞ സ്ഥലത്താ പോകുന്നത്, എന്തിനു പോകുന്നു എന്നൊരു ചിന്ത നമുക്ക് വേണം. ഒന്ന്, നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ഇതുവരെ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണ്? ഇല്ല, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് ഇല്ലേ? നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ അള്ളാഹുവിനെ നാം ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഏതൊരു പടച്ചവന് വേണ്ടിയാണ് നമ്മൾ നമസ്കരിക്കുന്നത്, ഏതൊരു റബ്ബിന് വേണ്ടിയാണ് നാം നന്മകൾ ചെയ്യുന്നു എന്ന വിശ്വാസം നമുക്കുണ്ടോ എന്ന് ആദ്യമായി പരിശോധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ദുആ ചെയ്യുന്ന ആരോടാണെന്നും എന്തിനാണെന്നും അതിന് അംഗീകാരമുണ്ടോ എന്നും നമ്മുടെ മനസ്സുകളിൽ തോന്നുകയുള്ളൂ. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഇത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഈ പ്രായത്തിൽ നമുക്കവിടെ എത്താൻ നാം അതിനു വേണ്ടി തയ്യാറായിരിക്കുകയാണ്. എത്തിയെന്ന് നമുക്കൊരിക്കലും അവകാശപ്പെടുകയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അങ്ങനെയാണ്, അന്തറ ഖദമൈക ഫിൽ ജന്ന, നിന്റെ കാൽപാദങ്ങൾ സ്വർഗത്തിൽ വെച്ചതിന് ശേഷമല്ലാതെ നീ സുരക്ഷിതനാകാൻ പറ്റില്ല. അതാണ് പോയത്, ഇല്ലേ? നമ്മൾ നമസ്കരിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകോ? നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് സ്വർഗത്തിൽ പോകോ? ഒരാള് രാത്രി ഫുള്ള് നമസ്കാരം, ഒരാള് പകല് മുഴുവനും നോമ്പ. അവന്റെ മനസ്സിൽ തോന്നാൻ പറ്റുമോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന്? പറ്റോ? ഒരിക്കലും പറ്റില്ല. അള്ളാഹുവിന്റെ ഔദാര്യമുണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂ. അവന്റെ ഔദാര്യമുണ്ടെങ്കിൽ മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരുടെയും അമല് കൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ സഹാബക്കൾ ചോദിച്ചു, വലാ അന്ത യാ റസൂലല്ലാഹ്, അങ്ങ് സ്വർഗത്തിൽ പോകില്ല നബിയെ? ഇല്ല, ഞാനും സ്വർഗത്തിൽ പോകില്ല. ആരുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോകുകയില്ല. വീണ്ടും നബി പറഞ്ഞു, ഇല്ലാ അല്ലാഹു ബിറഹ്മതിഹി ബിഫദ്ലിഹി,
അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് മറ്റവൻ മോശം, ഞാൻ നല്ലത്, ഞാൻ ഒരുപാട് ഉംറ ചെയ്തു, മറ്റേയാളൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഓടി നടക്കുന്നു, മറ്റയാളെ കൊണ്ട് ഓടാൻ പറ്റുന്നില്ല, അവരെ ദുആ അത്ര പോരാ, അവരുടെ സംസാരം പോരാ, അങ്ങനെ കുറ്റപ്പെടുത്താൻ നമുക്ക് ഒരിക്കലും ഒരു അവകാശമില്ല. കാരണം എന്താ? ഒരിക്കലും നമ്മുടെ നന്മ കൊണ്ട്. പിന്നെ നമ്മൾ നമസ്കരിക്കുമ്പോ അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുമ്പോ നമ്മൾ ദുആ ചെയ്യുക, അല്ലാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ് എന്ന് മാത്രം പറയും. അപ്പൊ ഉംറയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവർ തൗബ ചെയ്യുക. ശാരീരികമായും മാനസികമായും നമ്മൾ തയ്യാറാകണം. ശാരീരികമായും മാനസികമായും തയ്യാറാകണം. ഒരാൾ മക്കയിൽ നിൽക്കുന്നു, പക്ഷെ അവന്റെ ചിന്ത വീട്. മക്കയിൽ നിൽക്കുന്ന നമ്മൾ, നമ്മുടെ ചിന്തകൾ മുഴുവനും വീടുമായി ബന്ധപ്പെട്ടതിലാണെങ്കിൽ നമുക്ക് ആ മക്കയുമായി നമുക്ക് വല്ല ബന്ധമുണ്ടോ? മക്കയിൽ നിൽക്കുന്നയാൾ എപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, 3 കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണമെന്നാണ്. ഉംറയ്ക്ക് വേണ്ടി പോകാൻ പോകുന്ന ഒരാൾ 3 കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ്. 1 ദുനിയാവിനെ ഉപേക്ഷിക്കണം. അപ്പൊ ഇനി ജീവിക്കണം. ദുനിയാവിന്റെ മുഴുവൻ ചിന്തകൾ എന്ന് പറഞ്ഞാൽ, അതായത് അവന്റെ ഭവനവുമായി ബന്ധപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ മക്കൾ, മറ്റ് ചിന്തകൾ, കച്ചവടം, മറ്റു കാര്യങ്ങൾ, ഒരു ചിന്തയും അവന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. എല്ലാം അല്ലാഹുവേ. നമ്മൾ നമസ്കരിക്കുമ്പോഴും അങ്ങനെയല്ലേ? തക്ബീറത്തുൽ ഇഹ്റാം എന്നാ പറയുന്ന, കൈ കെട്ടുമ്പോ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാമിന് മഹാന്മാര് അർത്ഥം പറയുന്നത്, കൈ കെട്ടിക്കഴിഞ്ഞാൽ ദുനിയാവിന്റെ ചിന്തകൾ മുഴുവനും ഹറാമാകുന്നു എന്നാണ്. ദുനിയാവിന്റെ ഒരു ചിന്തയും പോലും അവന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല എന്നതുപോലെ ഉംറയ്ക്ക് വേണ്ടി നാം ഇവിടെ നിന്ന് തിരിച്ചു കഴിയുമ്പോ അവിടെ ചെന്നുടനെ പകുതിയിൽ ഇറങ്ങുമ്പോ തന്നെ, ഇപ്പോ നമ്മൾ പിന്നെ മസ്കറ്റിലാണ് നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ നിന്നാ പോകുന്നത്. മസ്കറ്റിൽ ചെല്ലുമ്പോ ചില ഉമ്മമാര് ചോദിക്കുമ്പോ, മോന്റെ വിളിച്ച് പറഞ്ഞില്ലല്ലോ നമ്മൾ മസ്കറ്റിലാണെന്ന്. മോന്റെ വിളിച്ച് പറഞ്ഞില്ലല്ലോ മസ്കറ്റിൽ നിൽക്കണം. പിന്നെ അവിടെ ചെന്നിറങ്ങി ജിദ്ദയിൽ ഇറങ്ങുമ്പോ ഉടൻ തന്നെ പറയും, ഓ സിനിമ കിട്ടിയില്ലല്ലോ ഉസ്താദേ. എന്തിനാ? വീട്ടിൽ വിളിച്ച് പറയാൻ. പിന്നെ അടുത്ത റൂമിയെത്തുമ്പോ അടുത്ത അമീറിനെ അന്വേഷിച്ചു തുടങ്ങുള്ളൂ, ഉസ്താദ് വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന്, ഞാൻ ഇവിടെ എത്തിയെന്ന്. എന്തിനാ നമ്മൾ കിടന്ന്? നമുക്ക് കൃത്യമായി നമ്മൾ വിശ്വസിക്കണം, നമ്മൾ വെറുതെ കളിക്കാൻ പോകുന്നതല്ല, തമാശയ്ക്ക് പോകുന്നതല്ല, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകുന്ന യാത്രയാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പോ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ ഒരിക്കലും ഉണ്ടാകരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ ഈ പോകുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് എവിടെ എത്തുമ്പോ ഇന്ന സ്ഥലത്ത് എത്തിയെന്ന് ഗ്രൂപ്പിലിടും. എന്ന് വിചാരിച്ച് നിങ്ങൾ അവിടെ ചെന്നിട്ട് വിളിക്കണ്ടെന്നല്ല. നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ 4 മണിക്ക് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ, ഞായറാഴ്ച 4 മണിക്ക് വെളുപ്പാങ്കാലത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്ത് മക്കയിൽ ചെന്ന് അതായത് റൂമിലായി, അതിനുശേഷം രാത്രി ഉംറയ്ക്ക് പോയി കഴിഞ്ഞ് വന്ന് ഒരു 2 മണി 3 മണിയൊക്കെ ചിലപ്പോ 12 മണി 1 മണി അവിടെ എത്തുന്നതനുസരിച്ചാണ്. അതുവരെയും അതായത് വീട്ടിൽ പറയണം. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, ചില ഉമ്മമാർ വീട്ടിൽ പറഞ്ഞിട്ട് വന്നു, ഞാൻ വിളിക്കുന്നില്ല. മൊബൈൽ വരെ കൊണ്ടുവരാത്ത ഉമ്മമാരുണ്ട്. അത് ഉസ്താദ് എന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലെ ഉസ്താദിനെ വിളിക്കും, അപ്പോഴങ്ങ് പറഞ്ഞാൽ മതി, എനിക്ക് സുഖം തന്നെ. അങ്ങനെ ഒരു വല്ലാത്ത വികാരത്തോടു കൂടി യാത്ര തിരിക്കുന്ന ഒരു സംഭവം. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയുന്നു, ദുനിയാവിനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അവിടെ ചെന്നെ എന്റെ മോനെ ഒന്ന് വിളിച്ചു പറയാത്തത്, ദുബൈയിലാവൽ ഒന്ന് വിളിച്ചു പറയണേ, സൗദിയില അവനൊന്ന് വിളിച്ചു പറയണേ. ഇങ്ങനെ നമ്മൾ ഇതിനിടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. റൂം റെഡിയായി, അത് കഴിഞ്ഞ് നമ്മൾ ഉംറയ്ക്ക് പോയി ഒരല്പം വിശ്രമിച്ചു, ഉംറയ്ക്ക് പോയി എല്ലാം കഴിഞ്ഞ് വരുമ്പോ 2 മണിയാവും രാത്രി.
2 മണി കഴിയുന്നത് വരെ, അത് കഴിഞ്ഞാൽ വന്നാൽ നമുക്ക് പിന്നെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ ബന്ധപ്പെടാൻ പറ്റും. ദുബൈയിലാണെങ്കിലും സൗദിയിലാണെങ്കിലും എല്ലാം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മൊബൈലാണ്. മൊബൈലിൽ വിളി, നമ്പർ കൊടുക്കും. ജിദ്ദയിൽ ഇറങ്ങുമ്പോൾ വിളിക്കാൻ തുടങ്ങും. നമുക്കാണെങ്കിൽ ഈ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് കൊണ്ടുപോകണം, വണ്ടിയിൽ കയറ്റണം, ബാക്കി സൗകര്യങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ അവരോട് പറയണം, എന്തായാലും ഒരു ഉസ്താദിന്റെ കീഴിലായി പോകയല്ലേ, അള്ളാഹുവിനെ വരവേൽപ്പിച്ചുകൊണ്ടല്ലേ നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ കൃത്യമായി ഞാൻ നിങ്ങളോട് അത് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത് ഇഹ്റാമിന്റെ കുളി അത് പറയും, ഇൻഷാ അല്ലാഹ് എങ്ങനെയെന്നൊക്കെ പറയും. അപ്പൊ ദുനിയാവിനെ നമ്മൾ മാറ്റി വെക്കണം. ഇഹ്റാമിന്റെ കുളിയുടെ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുന്ന, ശ്രദ്ധിച്ചു കേട്ടോണം, ഉറങ്ങിയാൽ പിന്നെ അറിയത്തില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിന്റെ കുളി നമുക്കെല്ലാം സുന്നത്താണ്. ഇഹ്റാമിന്റെ കുളി നമ്മൾ ഇഹ്റാം ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടുമ്പോ കുളിക്കും. കുളി സുന്നത്താണ്. പക്ഷെ സുന്നത്തേ ഉള്ളൂ. ഒരാളെ കൊണ്ട് കുളിക്കാൻ പറ്റുന്നില്ല. ഇത് എനിക്ക് 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയിൽ ചില സഹോദരിമാർ നാളെ രാവിലെ 5 മണിക്ക് ഇഹ്റാം കെട്ടാൻ മസ്ജിദ് ആയിഷയിൽ പോകുമെന്ന് പറയും. അവര് 12 മണിക്ക് കുളി തുടങ്ങും. രാത്രി 12 മണിക്ക് കുളി തുടങ്ങും. നിങ്ങൾക്കറിഞ്ഞൂടെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടി ഉണങ്ങിയില്ലെങ്കിൽ സംഗതി പറഞ്ഞു. മുടി ഉണങ്ങിയില്ലെങ്കിൽ അവർക്ക് പിന്നെ ചെറിയ ജലദോഷം വരും, കഴിയപ്പം കഫക്കെട്ടാകും, ആകെ പ്രശ്നം. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്ന എന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, കുളിക്കുമ്പോ ഇഹ്റാമിന്റെ നിയ്യത്തിൽ കുളിച്ചാൽ മതി. ഈ ഇഹ്റാം കെട്ടൽ കൊണ്ട് ഹറാമാകുന്ന മറ്റു കാര്യങ്ങൾ ഹറാമാകുന്നത് 2 റക്അത്ത് നമസ്കരിച്ച് കഴിഞ്ഞ് നവൈത്തുൽ ഉംറത്ത് വഹറത്തു ബിഹാ ലില്ലാഹി തആല എന്ന നിയ്യത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഹറാമാകുന്നത്. കുളിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ മേലെല്ലാം ഹറാമ് എന്ന് നമ്മൾ കരുതരുത്. അപ്പൊ എപ്പോഴെങ്കിലും കുളിക്കുമ്പോ നിയ്യത്ത് ചെയ്താൽ കുളിക്കണം. ഇഹ്റാമിന്റെ സുന്നത്ത് ഞാൻ കുളിക്കുന്നു എന്ന് കരുതിയാൽ മതി. അപ്പൊ നമുക്ക് എപ്പോഴും പോണമെന്ന് പറഞ്ഞാല് റെഡി. അല്ലോ ഉസ്താദെ കുളിച്ചില്ലല്ല, എന്ത് ചെയ്യും? എനിക്ക് ചെറിയ പനിയുണ്ട്, കുളിക്കണ്ട. അങ്ങനെ കുഴപ്പമില്ല. നമ്മുടെ ശാരീരികമായി ശുദ്ധമായിരുന്നാൽ മതി. കുളിച്ചില്ലെന്ന് വിചാരിച്ച് കുഴപ്പമെന്ന് വരും. അതുകൊണ്ട് ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോ ദുനിയാവിനെ നമ്മൾ മാറ്റിവെക്കണം. ഈ മൊബൈൽ വിളി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവിടെ ചെന്നാൽ റൂം തിരിക്കൽ ഞാൻ ഈ പുസ്തകമാക്കി പറയും. റൂം തിരിക്കുക എന്ന വിഷയം വരുമ്പോ ഞാൻ ഒരിക്കൽ മദീനയിൽ ചെന്നപ്പോ പടച്ചവനെ എന്ത് ചെയ്യും? ഒരു 4 പേര് മക്കയിൽ വെച്ച് അവര് കൂട്ടുകാരായിരുന്നു. ഒത്തൊരു റൂമിലായിരുന്നു. മദീനയിൽ ചെന്നിട്ട് 4 പേർക്കുള്ള റൂം കിട്ടിയില്ല. എല്ലാം തിരിച്ചു വന്നപ്പോ ഇവർക്ക് 4 പേർക്കും കിടക്കാനില്ല. ഒരാളിനെ മാറേണ്ടി വരും. എന്തോ ഒരു പ്രശ്നമായിരുന്നെന്നറിയാവോ? അവർക്ക് കിട്ടിയേ പറ്റും. എവിടെ പോയി റൂം കൊണ്ടുവരും. അപ്പൊ ചെയ്യാനുള്ളത് ചിലപ്പോ നമ്മുടെ കൂടെ കഴിയുന്നവർ പിന്നെ മറ്റൊരു റൂമിലാകും, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചു പോയത് മറ്റൊരു ഇതാകും. റൂം തിരിക്കുന്ന വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ ഒരിക്കലും വിഷം വിചാരിക്കരുത്. 1 ദുനിയാവിന് വെളിയാണ്, 2 ശരീര ഇച്ഛ. അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇച്ഛയെന്ന് പറയുന്നത് നമ്മൾ രാവിലെ സുബഹിക്ക് തഹജ്ജുദിന് എണീക്കും, നിസ്കരിക്കും, 7 മണിയാകുമ്പോ ചായ കുടിക്കും, ഒരു 8-9 മണിയാകുമ്പോ കാപ്പി കുടിക്കും, ഉച്ചയ്ക്ക് 2 മണിക്ക് കുളിച്ച് റെഡിയായി ചോറ് കഴിക്കും, പിന്നെ കുറച്ച് കിടന്നുറങ്ങും, 4 മണിക്ക് എണീച്ച് അസർ നിസ്കരിക്കും, അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു ചായ കുടിയും കടിയും, അത് കഴിഞ്ഞാൽ വൈകിട്ട് പിന്നെ അങ്ങനെ ഉറക്കം എല്ലാം ക്ലിയറാണ്. പക്ഷേ ഉംറയിൽ എല്ലാം തെറ്റും. ഉംറയിൽ എല്ലാ സംഗതികളും തെറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എളുപ്പകാലത്ത് 4 മണിക്ക് നമ്മൾ കയറുന്ന, ചിലപ്പോ ആഹാരമൊന്നും കാണൂല. എവിടെ? പിന്നെ ഫ്ലൈറ്റിലൊന്നും ആഹാരം കിട്ടുന്ന ഒരു രീതിയൊന്നും കാണൂല. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടുകയില്ല. കിട്ടിയില്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ചെയ്യും. ചിലപ്പോ അത് ചെയ്യാനും പറ്റാത്ത സാഹചര്യവും കാണും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാം നമ്മുടെ സമയത്തിനും അതുപോലെ തന്നെ ആഹാരത്തിനും ഉറക്കത്തിനും എല്ലാം വ്യത്യാസമാണ്. അതില്ലേ 4 മണിക്ക് നമ്മൾ പോകും. നമ്മൾ പിന്നെ ചിലപ്പോ കാപ്പിപ്പൊടി കാണൂല. ജിദ്ദയിൽ ചെന്നിറങ്ങുമ്പോ ആകെ പിന്നെ ആഹാരത്തിന്റെ ബുദ്ധിമുട്ട് വരും. എല്ലാം കറക്റ്റ് ആക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ, അതുപോലെ 4 മണിക്ക് നമ്മൾ റൂമിലെത്തുന്നു. കഴിഞ്ഞ വർഷം ചെന്നപ്പോ എന്ത് സംഭവിച്ചെന്നറിയാവോ?
2 മണിക്ക് 11 മണിയായപ്പോ, ഉച്ചയ്ക്ക് 11 മണിയായപ്പോ നമ്മൾ റൂമിലെത്തി. പക്ഷെ റൂം റെഡിയല്ല. റൂം റെഡിയാകണമെങ്കിൽ 2 മണിയാകണം. റൂം ശരിയാകണമെങ്കിൽ എത്ര മണിയാകണം? 5 മണിയാകണം. ഞാൻ പിന്നെ എന്ത് ചെയ്തു? ആലോചിച്ചില്ല. അവിടെ തന്നെ എല്ലാവരോടും പറഞ്ഞ് റെഡിയാകും, നമുക്ക് ഉംറയ്ക്ക് പോകാൻ. പിന്നെ വിശ്രമിക്കാനും സമയമില്ല. എല്ലാവരും അവരവരുടെ സാധനങ്ങൾ അവിടെ വെച്ചു. നമ്മൾ പോയി ഉംറ ചെയ്തു. മഗ്‌രിബ് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോ റൂമെല്ലാം റെഡിയാണ്. ആ രീതിയാണ്. ഇല്ല ഉസ്താദെ, റൂമില്ലാതെ എന്താ ഇങ്ങനെ ഇവിടെ ഇരിക്കണ എന്തിനാ? അങ്ങനെയുള്ള ഒരു നമ്മുടെ ഇച്ഛയ്ക്ക് വ്യത്യസ്തമായിരിക്കും നമ്മുടെ യാത്ര എന്ന് വിചാരിച്ച് പട്ടിണി കിടക്കണമെന്നല്ല. സൂപ്പർ റൂമായിരിക്കും. ആഹാരവും അൽഹംദുലില്ലാഹ് ഒരുവിധ 5 ഐറ്റം ആഹാരമൊക്കെ ചിലപ്പോ കാണും. ചിലപ്പോ പറയോ എനിക്കിതൊന്നും വേണ്ട, കഞ്ഞി കാണും. ചിലർ പറയും എനിക്കൊന്നും കഴിക്കത്തില്ല. അങ്ങനെയൊന്നും വാശി കാണിക്കാനൊന്നും പറ്റൂല. ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന നിലയിൽ എല്ലാം സജ്ജമാക്കാനൊന്നും പറ്റില്ല. എല്ലാം റെഡിയാണ്. പക്ഷെ ഞാൻ പറയുകയാണ്, അപ്പൊ യാത്രയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ, നമ്മുടെ ഇച്ഛകൾക്ക് വിപരീതമായാൽ, നമ്മൾ നമ്മുടെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന കാര്യം ഉസ്താദ് പറയും. സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോ ആദ്യമായി വെക്കുന്ന ഒരു സാധനമുണ്ട്. എന്താ പറയാവോ? ആദ്യമായി നമ്മുടെ പെട്ടിയിൽ വെക്കുന്ന ഒരു സാധനമാണ്. ആദ്യം അത് വെക്കണം, എന്നിട്ട് ബാക്കി സാധനം വെക്കാം. പറയാം, ക്ഷമ. ക്ഷമയെന്ന് പറയുന്ന സാധനം എടുത്ത് ആദ്യം പാക്ക് ചെയ്യണം. ക്ഷമയെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മുടെ കെട്ടിൽ ആദ്യം എടുത്തങ്ങ് വയ്ക്കണം. പിന്നെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ മുറുറുപ്പും കാണൂല. മുറുറുപ്പിന്റെ സമയമാണല്ലോ 40 കഴിഞ്ഞ. എന്താണ് പറയണ? നമ്മള് 40 കഴിഞ്ഞിട്ട് തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. അറിയാൻ വയ്യ. 40 കഴിഞ്ഞാൽ പിന്നെ മുറുറുപ്പ്, ഇങ്ങനെ മുറുമുറുപ്പ എന്നൊക്കെ പറയും. അങ്ങനെ തുടങ്ങുന്ന സമയങ്ങളാണ്. അപ്പോ നമ്മൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനോ, ഇൻഷാ അല്ലാഹ് എന്റെ ഭാര്യയുണ്ട്, എന്റെ മോനുണ്ട്, നമ്മൾ 5ഓളം മക്കൾ ഇവിടെ നെയ്ഫിന്റെ മക്കളുണ്ട്. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അതിനുള്ള ഉസ്താദന്മാർ, നമ്മുടെ മക്കൾ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ആർക്കും വിഷമമൊന്നും വേണ്ട. നമ്മൾ ഐക്യമാണ്. എന്റെ മോളുണ്ട്, അതായത് മോന്റെ ഭാര്യയുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് അൽഹംദുലില്ലാഹ് ഒത്ത് സന്തോഷമായി പോകാൻ പറ്റും. പിന്നെ എല്ലാവരും ക്ഷമയോടുകൂടി, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ ഒന്ന് ക്ഷമയോടുകൂടി നമ്മൾ ഉൾക്കൊണ്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുനിയാവ്, പിന്നെന്താ? ഇച്ഛ. മൂന്നാമത് വേറൊരു സാധനമുണ്ട്, അറിയാവോ? ശൈത്താൻ. പാപ്പ നമ്മളെ പിരിയൂല, നമ്മളെ കൊണ്ടേ. ഈ ശൈത്താൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എല്ലാവരെയും കുട്ടയ്ക്കകത്താക്കിയിട്ടേ അവൻ. നമ്മൾ ഉംറയ്ക്ക് വേണ്ടി തിരിക്കുമ്പോ നമ്മളെ ഉംറ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെങ്കിലും സംസാരമോ, എന്തെങ്കിലും പിണക്കമോ, എന്തെങ്കിലും കുറവുകളോ, എന്തെങ്കിലും അത് ഇതൊക്കെ പറഞ്ഞ് ശൈത്താൻ നമ്മുടെ ഉംറ ഇല്ലാതാക്കി വീട്ടിൽ കൊണ്ടാക്കി. ഇതാണ് ശൈത്താൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മനസ്സുകളിൽ പല ചിന്തകളും ഇട്ടു തന്നിട്ട് നമ്മളെ പല രീതിയിലും നമ്മെ ഇല്ലാതാക്കാൻ, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ അങ്ങനെയൊന്നും ഉണ്ടാകും. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയുന്നു, ദുനിയാവും ഇച്ഛകളും ശൈത്താനെ ഒക്കെ ഇവിടെ ഒന്ന് ആക്കിയിട്ട് പോയാൽ നന്നായിരിക്കുമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് പറയുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അൽ ഹജ്ജാജു വൽ ഉംറാറു വഫദുല്ലാഹ്. ഹാജിമാരും ഉംറ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ നിവേദക സംഘങ്ങളാണ്. നിവേദക സംഘമാണ്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ പോവുകയാണ്. ബഹുമാന്യനായ സലീം ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ആരോഗ്യം കൊടുക്കുമാറാകട്ടെ. പിന്നെ എന്താ പറഞ്ഞ? അപ്പോ നമുക്ക് എന്ത് പറഞ്ഞ? അതുകൊണ്ടാണ് വാളിന് പോകാത്തത്, ഓർമ്മയില്ലാത്തത്. ഓർമ്മ ഉണ്ടെങ്കിൽ വാത് പറയാൻ പറ്റും. അതിന് ശബ്ദവും കൂടെ ഒന്ന് ക്ലിയർ ആവേണ്ടി വരും.
അപ്പോ അൽഹംദുലില്ലാ, അപ്പോ അൽ ഹുജ്ജാജ് വൽ ഉമ്മാർ വഫദുല്ലാഹ്, അള്ളാഹുവിന്റെ നിവേദന സംഘമാണ്. നമ്മുടെ മനസ്സിന്റെ ഒരുപാട് വേദനകൾ പറയാൻ, നമ്മുടെ മനസ്സിന്റെ കുറെ ആഗ്രഹങ്ങൾ പറയാൻ, നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ മറ്റുള്ളവരുടെ ആവലാദികൾ, വിഷമങ്ങൾ പറയാൻ, അങ്ങനെ നിവേദനം കൊടുക്കാൻ പോവുകയാണ്. എവിടെ എവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന കഅബയിലേക്ക് പോവുകയാണ്, നമ്മൾ നിവേദനം അർപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ അത്രയും നിഷ്കളങ്കമാകണം, അത്രയും നിഷ്കളങ്കമായി കൊണ്ടായിരിക്കണം നമ്മുടെ യാത്ര. അള്ളാഹുമായി നമ്മുടെ ഹൃദയത്തിന്റെ ബന്ധമുണ്ടാകണം. നമ്മൾ നിവേദനം കൊടുക്കുമ്പോ എങ്ങനെയെങ്കിലും നോക്കിയെന്ന് നിവേദനം കൊടുത്താൽ നിവേദനം കൊടുക്കുന്ന ആള് സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കുമോ? ഇപ്പൊ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു, അപ്പൊ ഇത് എന്നാ നിവേദനം കൊടുക്കണം, മുഖ്യമന്ത്രി ഇറങ്ങി പോടാന്ന് സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കുമോ? നിവേദനം കൊടുക്കുന്നത് കറക്റ്റായിട്ടും അവന്റെ നിൽപ്പും അവന്റെ മനസ്സും അവന്റെ വികാരവും അവന്റെ വിചാരവും എല്ലാം പരിഗണിക്കും ഈ വാങ്ങുന്നതാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് അർപ്പിക്കുമ്പോ കൃത്യമായി മാനസികമായി നല്ലതുപോലെ അത്രയും നിഷ്കളങ്കമായി നമ്മുടെ സമുദായത്തിന്റെ വിഷയങ്ങൾ, നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ വിഷയങ്ങൾ, നമ്മുടെ മറ്റെല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ പാപം പൊറുക്കാൻ, നമുക്ക് സ്വർഗം കിട്ടാൻ, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വിഷയങ്ങൾ അവിടെ അർപ്പിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അവർ ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും കൊടുക്കുമല്ല. അവർ പൊറുക്കലിനെ തേടിയാൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. അള്ളാഹു കാര്യമല്ലേ, 100 കരുണയാണ് അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരു കരുണയാണ് ഈ ലോകത്ത് അള്ളാഹു സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു കരുണ, ബാക്കി 99 അള്ളാഹു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അനുകമ്പ കാണിക്കുന്ന, അതുകൊണ്ടാണ് പരസ്പരം എല്ലാവരും എന്ത് ചെയ്യുന്ന കരുണ കാണിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ പോവുകയാണ്. എന്റെ ഉമ്മമാരോട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ, പ്രധാനപ്പെട്ട ഒരുപാട് ഉമ്മമാർ നമ്മുടെ കൂടെയുണ്ട്. അത് വളരെ സന്തോഷമാണ്. പ്രധാനപ്പെട്ടതല്ല, എല്ലാവരും വളരെ നല്ല എല്ലാ ബാധ്യതയും കഴിഞ്ഞവരാ. മക്കളെ കെട്ടിച്ചു, മക്കളെയും കെട്ടിച്ചു, എല്ലാം കഴിഞ്ഞെന്നല്ലേ തോന്നുന്നത്. അപൂർവം പേരേ ഉള്ളൂ മക്കളെ കെട്ടിക്കാതെ പോകുന്നവർ, അപൂർവേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ പടച്ചൊക്കെ അടുത്ത് നിന്ന് അവിടെ അങ്ങ് മരിച്ചാലും വേണ്ടൂല എന്ന് പറഞ്ഞു പോകുന്നവരാണ്. എന്താ തിരിച്ചു വന്നിട്ട് ഇവിടെ ആരെ ബുദ്ധിമുട്ടിക്കാനാണ്? തിരിച്ചു വന്ന് ഇവിടെ എന്തിനാ ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്തുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ ഒന്ന് മരിച്ചാൽ കൊള്ളാമെന്ന വികാരത്തിൽ പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ അവിടെ മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോ അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ബാക്കി നമ്മുടെ ഉംറയുടെ യാത്രയിലും അവിടെയുള്ള ക്ലാസ്സിലൊക്കെ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്പരം ഇരിക്കാം, പറയാം, പരസ്പരം ചർച്ച ചെയ്യാം. പ്രസംഗമൊന്നുമല്ല, നമുക്കൊരു ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് ഇരുന്ന് അങ്ങനെ അൽഹംദുലില്ലാഹ് കാര്യങ്ങൾ നടത്താം. ഒരുപാട് ഉംറയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനായ നിസാർ ഉസ്താദ് ഉണ്ട്, അതുപോലെ തന്നെ സലീം ഉസ്താദ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഇൻഷാ അല്ലാഹ് ഉംറയുടെ കുറെ രൂപങ്ങൾ നൗഷാദ് മൗലവി വരുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് കുറച്ച് ഭാഗങ്ങളൊക്കെ, കുറച്ചല്ല, മദീനയിൽ എത്തുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നിസാർ ഉസ്താദ് പറയും. മദീന ഇൻഷാ അല്ലാഹ് നൗഷാദ് ഉസ്താദ് വരുമ്പോ നമ്മളോട് ഓർമ്മപ്പെടും. അതായിരിക്കും നല്ലത്, അല്ലേ? ബാക്കിയെല്ലാം ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് സലീം ഉസ്താദ് ഒരു 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ് പറയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ യാത്ര അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഉംറയ്ക്ക് പോകാൻ ആരെല്ലാം ഇടപെടുകയും ആരെല്ലാം സഹായിക്കുകയും സഹകരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നു, അല്ലാഹു അവർക്കൊക്കെ നല്ല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുകയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്കും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, അല്ലാഹു എല്ലാവർക്കും നല്ല പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഷബീബ് എന്ന് പറയുന്ന ഒരു സഹോദരി കുളത്തൂപ്പുഴ, അവരുടെ ഭർത്താവിന്റെ അല്ലേ ഇന്നാണ് ആണ്ട് ജമാഅത്തുൽ
മരണപ്പെട്ടു. 5000 രൂപ സ്ഥാപനത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നൗഷാദ് അലി വരുമ്പോൾ ദുആ ചെയ്യും. അള്ളാഹു അതുപോലെ ചില സഹോദരിമാരെയൊക്കെ സംഭാവന ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഖബറിലേക്ക് അള്ളാഹു ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ തിരഞ്ഞെടുത്തത് ഒന്നും നമ്മളെല്ലാവരും കൂടെ കൊല്ലത്ത് പോകാം. കൊല്ലത്തുള്ളവരാ കേരളപുരത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് വെച്ചത്. അവരെ സന്തോഷമായിട്ട് വന്നു. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ കേരളപുരത്ത് നിന്ന് ക്ലാസ് സ്ഥലത്തേക്ക് പോകാൻ കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി അല്ലേ? കുറച്ച് ദൂരേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഈ സ്ഥാപനവുമായി വലിയ ബന്ധമുണ്ട്. കേരളപുരത്തുള്ള നമ്മുടെ സഹോദരി അവർക്ക് ഭയങ്കര ഒരു ബന്ധമാണ്. അപ്പൊ അവര് ഇവിടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ഇവിടെ വരാം. അൽഹംദുലില്ലാ അവരാ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചിപ്പോ ഇവിടെ വന്നത്. ബാക്കി എല്ലാവരും തൊളിക്കോടുന്ന് വന്ന്, എന്നാലും അതിനേക്കാൾ ദൂരമാണ് കൊല്ലത്തുനിന്ന് വന്ന. അൽഹംദുലില്ലാ അവര് രാവിലെ തന്നെ വന്നു, തിരിച്ചു വന്നു. അപ്പൊ ഇവിടെ വെച്ച് നടത്തുമ്പോൾ നമുക്കൊരു സന്തോഷം. അൽഹംദുലില്ലാ വരുന്നവർക്കും അങ്ങനെ തന്നെ സ്ഥാപനത്തിൽ വന്നിരിക്കാനും ഈ മക്കളുമായി ഒത്തിരുന്നൊന്ന് ദുആ ചെയ്യാനുമുള്ള ഒരു സാഹചര്യം. അപ്പൊ യാത്രയ്ക്ക് മുന്നേ ഈ മക്കളുമായി ഒത്തിരുന്ന് ഒരു ദുആ ചെയ്യാമല്ലോ, ആ ഒരു വികാരത്തിലാണ്. പിന്നെ നൗഷാദ് വരെയും പങ്കെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉംറയുടെ ക്ലാസ് വെക്കുമ്പോൾ നൗഷാദിൽ വിളിച്ചാൽ ഡേറ്റ് കിട്ടാറില്ല. അദ്ദേഹം ദുബൈയിൽ നിന്ന് രാവിലെ എത്തി വീട്ടിൽ വിശ്രമിച്ച് തേപ്പത്തിരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് എത്തുകയും ചെയ്യും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അൽഹംദുലില്ലാ ഒത്തുകൂടാനും ഒരു ദുആ ചെയ്യാനൊക്കെ ഉള്ള അവസരമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാന്യനായ നിസാർ ഉസ്താദ് ഇൻഷാ അല്ലാഹ് എന്റെ ക്ലാസ് നടത്തും. അതിനുവേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.